أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ اهدري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. സയ്യിദി ഇബ്രാഹിം ബിൻ ഹാറൂൻ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അയക്കുന്നൊരു കത്താണിത്. അപ്പം ഈ ഒരുപാട് കത്തുകൾ മാനവകൾക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പല കത്തുകളും ഒരുപാട് ഇജാസത്ത് നൽകുന്നതാണ്. പല പ്രത്യേകമായ ഇജാസത്തുകളും ഓരോ കത്ത് കിട്ടിയുള്ള സന്തോഷം പറയുന്നതും അങ്ങോട്ട് സന്തോഷം പറയുന്നതും ഒക്കെ ഉള്ളതായിട്ടുള്ള കത്തുകളാണ്. അതൊന്നും ഞാനിവിടെ എടുത്തിട്ടില്ല. അതിനൊക്കെ മനസ്സിലാവുന്നുണ്ട് സയ്യിദി ഇബ്രാഹിം ബിൻ ഹാറൂൻ എന്ന് പറഞ്ഞ ബിൽ അറബി എന്നൊക്കെ അറിയപ്പെടൽ. ബിൽ അറബി എന്ന് പറഞ്ഞ മഹാൻ സയ്യിദ്ന ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഏറ്റവും പ്രധാനിയായ മുരീദന്മാരിൽപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുരീദന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ആ കത്തുകളുടെ ഒഴുക്ക് നമുക്ക് മനസ്സിലാവും. ഈ ഒരു കത്തിലും അതുപോലെ തന്നെയുള്ള വാചകങ്ങൾ നമുക്ക് കാണാം. അത് പിന്നെ അതിൽ ഉപദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ കത്ത് ഞാൻ തിരഞ്ഞെടുത്തത്. ഇബ്രാഹിം ബിൻ ഹാറൂൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അയച്ച കത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി വസല്ലിം ഖുദ് ബിൻ ദുനിയ മാ സഫ. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം, ഖുദ് ബിൻ ദുനിയ മാ സഫ, നിങ്ങൾ ദുനിയാവിൽ നിന്ന് എടുക്കണം, പിടിക്കണം. മാ സഫ, ശുദ്ധിയായത്. ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധിയായ കാര്യങ്ങൾ എടുക്കുക, സംശയമുള്ളൊന്നും എടുക്കരുത്. ഏറ്റവും ശുദ്ധിയായ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. വമിൻ ഐശി മാ കഫ, അതുപോലെ തന്നെ നിങ്ങളെ ഉപജീവനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ പൈസ കുറേ ഉണ്ടാക്കാനൊന്നും പരിശ്രമിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ സാധാരണ നിങ്ങൾ ജീവിച്ചു പോകാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള പൈസ ഉണ്ടാക്കുന്ന പരിപാടി ചെയ്താൽ മതി. അത്രയും നിങ്ങൾക്ക് ചെയ്യണ്ടു. ലോകത്ത് ഏറ്റവും വലിയ പൈസക്കാരാകാൻ നിങ്ങൾ മത്സരിക്കേണ്ട. എങ്ങനെ ഹൗ കാൻ യു വിൻ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ ഇങ്ങനെ പൊന്തിക്കാനുണ്ടല്ലോ. ലോകത്ത് ഏറ്റവും വലിയ പൈസക്കാരനാവാൻ, ഏറ്റവും വലിയ ബിസിനസ്സുകാരനാവാൻ ഇതൊന്നും നിങ്ങൾ മത്സരിക്കേണ്ട. നിങ്ങൾക്ക് ദുനിയാവുന്ന ഏറ്റവും നല്ല ദുനിയാവ് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സമ്പത്ത് വാങ്ങലുമാണ്. അത്ര മതി. അതുപോലെ വമിൻ ഇഖ്വാൻ മൻ വഫ, അതുപോലെ തന്നെ നിങ്ങളോട് ഏറ്റവും കൂറു പുലർത്തുന്ന ഇഖ്വാനിങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ ഇഖ്വാനിങ്ങളും കൂടണ്ട. കൂട്ടുകൂടുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ ഏറ്റവും നല്ല, ഏറ്റവും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിൽക്കുന്ന, അള്ളാഹുവിനോട് അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടി നിൽക്കുന്ന, നിങ്ങളോട് നല്ല കൂറുള്ള കുറഞ്ഞ ഇഖ്വാനികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ളവരൊക്കെ വെറുക്കണമല്ല അതിൻ്റെ അർത്ഥം. എന്നാലും എല്ലാവരെയും സ്നേഹിക്കണം പൊതുവായിട്ട്. എന്നാൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാം. ഒമിനൽ ഇഖ്വാനി മൻ വഫ, അതിനർത്ഥം അങ്ങനെ ഇഖ്വാനികൾ തിരഞ്ഞെടുത്താൽ അവരിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പിടിച്ച് ഒഴിവാക്കണം, അങ്ങനെയൊന്നല്ല. എല്ലാവർക്കും കുറവുകളൊക്കെ ഉണ്ടാവും. കുറവുകളൊക്കെ കണ്ടില്ല എന്നടിക്കുക. അവരിലെ നന്മകൾ നമ്മൾ കാണുക, അവരെ കൂടെ നിർത്തുക. അവർ ശൈഖിലുള്ള സമർപ്പണം, പരിശുദ്ധമായ ത്വരീഖത്തിൻ്റെ ഖിദ്മത്തിലുള്ള സമർപ്പണം, ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. അല്ലാതെ അവർ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഇഖ്വാനി മൻ വഫ, ഇഖ്വാനികൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങളോട് കൂറ് പുലർത്തുന്നവരെ. വദഅ വൽ ജഫ, അതുപോലെ തന്നെ നിങ്ങൾ അതിക്രമവും പരുത്ത പെരുമാറ്റവും ഒഴിവാക്കുക. ഫഇന്നൽ ഉംറ ഖസീറുൻ, കാരണം ഇതൊക്കെ പറയുന്നത് എന്തിനാ? ഫഇന്നൽ ഉംറു ഖസീറുൻ, നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. കുറേ ദുനിയാവിൻ്റെ പിന്നാലെ പോകാനോ, കുറേ ഉപജീവനം പൈസ ഉണ്ടാക്കാനോ, ആൾക്കാരെ മുഴുവൻ സംതൃപ്തിപ്പെടുത്താനോ ഇതൊന്നും നിങ്ങൾക്ക് കഴിയൂല. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താനോ, എല്ലാവരും പിന്നാലെ നടക്കാനോ, എല്ലാവരോടും നല്ല ബന്ധം പുലർത്താനോ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റണമല്ലോ. കാരണം നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. വനാഖിദ ബസീറുൻ, എന്നാൽ നിങ്ങൾ പരിശോധിക്കുന്ന ആളുണ്ടല്ലോ, അവൻ നിങ്ങളെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളതിൽ നല്ല ഉഷാറായി ചെയ്താൽ അവർ നല്ല മാർക്കിടും. അപ്പോൾ എല്ലാം കൂടി ഏറ്റെടുക്കാൻ നിൽക്കണ്ട, പറ്റണ ഏറ്റെടുക്കുക. എന്നിട്ട് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാം. വൈലല്ലാഹുൽ മസീർ, അള്ളാഹുലേക്കാണ് നമ്മൾ മടക്കം എന്ന് നിങ്ങൾ ഓർക്കുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമത്താനി മഅബൂനി ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്ത് വൽ ഫറാ. നിഅമത്താനി മഅബൂനി ഫീഹിമാ, അധിക പേരും വഞ്ചിതനാവുന്ന രണ്ട് നിയാമത്തുകളുണ്ട്. അധിക പേരും വഞ്ചിക്കപ്പെടുന്ന രണ്ട് നിയാമത്തുകളുണ്ട്. അധിക പേർക്കും അതിനെപ്പറ്റി അറിയില്ല. അത് നിയാമത്താന്ന് തന്നെ അവർ ചിന്തിക്കൂല. അങ്ങനത്തെ രണ്ട് നിയാമത്തുകളുണ്ട്. എന്താ? കസീറുൻ മിനന്നാസ്, അധിക പേരും അതിൽ വഞ്ചിക്കപ്പെടും. എന്താ? സിഹത്ത് വൽ ഫറാ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിഹത്താണ്. നല്ല ആരോഗ്യം. നമുക്കൊക്കെ ഇപ്പം നല്ല ആരോഗ്യമുണ്ട്, വലിയ അസുഖങ്ങളൊന്നുമില്ല.
ഈ ആരോഗ്യത്തിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു വേദന എവിടെയെങ്കിലും വന്നാൽ നമുക്ക് അറിയാം, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴേ മനസ്സിലാക്കുള്ളൂ ഈ ആരോഗ്യത്തിന് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന്. അപ്പോൾ അള്ളാഹു നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ച് തരട്ടെ. അള്ളാഹിൻ്റെ സിഹത്തിലായിട്ട്, അള്ളാഹിൻ്റെ ത്വാഅത്തിലായിട്ട് അള്ളാഹു ആരോഗ്യം വർദ്ധിപ്പിച്ച് തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹമുള്ള സമയത്ത് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാനും ഹിദ്മത്ത് ചെയ്യാനും ഇബാദത്തിൽ പരിശ്രമിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. ആരോഗ്യം പോയി കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പം പറ്റണമെന്നില്ല. അപ്പോൾ സിഹത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചിലപ്പോൾ അതൊരു വലിയൊരു നിയമത്തായിട്ട് പോലും കാണുന്നുണ്ടാവില്ല. ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയമാണ്. ഇഷ്ടംപോലെ ഒഴിവ് സമയമൊക്കെ നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഒഴിവ് സമയം കൂടിയതേ പ്രശ്നമുള്ളൂ. പണ്ടൊക്കെ ഒഴിവ് സമയം കുറവായിരുന്നു ആളുകൾക്ക്. പെണ്ണുങ്ങൾക്ക് തീരെ ഒഴിവ് സമയം കുറവായിരുന്നു പണ്ട്. കാരണം വീട്ടു ജോലികൾ അത്രയും ഉണ്ടാവും, മക്കളെ പരിപാലിക്കാനുണ്ടാവും, ഒരുപാട് മക്കളുണ്ടാവും, ആളുകൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും, കോഴി ഉണ്ടാവും, പശു ഉണ്ടാവും, എന്തൊക്കെയേ ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല അവിടെ മെഷീനുകളൊന്നുമില്ല, വീട്ടിൽ പിന്നെ വീട്ടിലത്തെ സൗകര്യങ്ങൾ കുറവായിരിക്കും. എല്ലാം കൊണ്ടും ഒരുപാട് പണിയെടുക്കുന്നവരായിരിക്കും പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ. അതുകൊണ്ട് ഒഴിവ് സമയം വളരെ കുറവായിരുന്നു. ആണുങ്ങൾക്കും അതുപോലെ തന്നെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ ചെറിയ എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. ഇന്നിപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാൽ 3 ദിവസത്തെ പൈസ, ആവശ്യമായി ജീവിക്കാനുള്ള പൈസ കിട്ടും. പിന്നെയും ബാക്കിയായിരിക്കും പൈസ. അപ്പോൾ ആണുങ്ങളും കുറേ ഫ്രീ ആണ്, പെണ്ണുങ്ങളും കുറേ ഫ്രീ ആണ്. ഒരു ദിവസം എത്രയോ മണിക്കൂർ നമ്മൾ ഫ്രീ ടൈം. ഈ ഫ്രീ ടൈം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യുക എങ്ങനെയാണ്? അത് അള്ളാഹുവിൻ്റെ താഴത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ഖിദ്മത്തിനും ഇബാദത്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിന് നമ്മൾ നന്ദി ചെയ്യുന്നവരാവുക. അപ്പോൾ അള്ളാഹു അതിൽ ബർക്കത്ത് തരും, അള്ളാഹു വർദ്ധിപ്പിച്ച് തരികയും ചെയ്യും. അതേസമയം നമ്മൾ അതിന് നന്ദികേട് കാണിച്ചാൽ ഇപ്പോൾ ഫ്രീ ടൈം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ടൈമും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആകെ ബുദ്ധിമുട്ടിലായിരിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ ആ നന്ദികേട് കാണിച്ചതിൻ്റെയുള്ള ശിക്ഷയാണിതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 അനുഗ്രഹങ്ങൾ നമ്മൾ നോക്കണം. കാരണം ഇതാണ് പല ആളുകളും വഞ്ചിക്കപ്പെടുന്ന 2 അനുഗ്രഹങ്ങളും. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദ സ്വാഹിബൻ ഫല്ലാഹു യക്ഫീ. ആർക്കെങ്കിലും ഒരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു യക്ഫി, അള്ളാഹു മതി അവൻ കൂട്ടുകാരനായിട്ട്. വമൻ അറാദ മുഅ്നിസൻ അൽ ഖുർആൻ യക്ഫി. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്നേഹ സംഭാഷണം നടത്തുന്നുണ്ടല്ലോ, അടുത്തിങ്ങനെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒരാളോട് ഇങ്ങനെ സംസാരിക്കൂലേ, ഒരു സ്നേഹ സംഭാഷണം. നമ്മൾ ഒരു പ്രിയനും പ്രിയതമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അൽ ഖുർആൻ യക്ഫി. ഖുർആൻ മതി ആ സംസാരത്തിന്. ഖുർആൻ ശരിക്ക് അള്ളാഹിൻ്റെ ഖലീഫൊക്കെ അയച്ച ഒരു പ്രേമലേഖനം പോലെയാണല്ലോ. അത് മതി ശരിക്കും. അത് വായിച്ചാൽ നമ്മുടെ ഉള്ളിൽ പ്രേമം നിറയാൻ ആ കാര്യം മതി എന്നർത്ഥം. ഇപ്പോൾ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്നവർ ഈ അർത്ഥത്തിൽ പാരായണം ചെയ്ത് നോക്കൂ, ഭയങ്കര രസമായിരിക്കും. മൻ അറാദ മുഅ്നിസൻ ഫ ഖുർആൻ യക്ഫി വമൻ അറാദ കൻസൻ ഫൽ ഖനാഅതു തക്ഫി. ആർക്കെങ്കിലും ഒരു നിധി ആവശ്യമുണ്ടോ? ഫൽ ഖനാഅതു തക്ഫി. ഉള്ളതിൽ തൃപ്തിപ്പെടലാണ് ഏറ്റവും വലിയ നിധി. അവനെന്തൊരു സമാധാനമായിരിക്കും. അവൻ ശരിക്കും നിധി കിട്ടി ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ. അതേസമയം ഉള്ളതിൽ തൃപ്തിപ്പെടാത്തൊരവസ്ഥയാണെങ്കിൽ അവന് വലിയ കോടിക്കണക്കിന് നിധി കിട്ടിയാൽ അവനൊന്നും ചെയ്യാൻ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആഗ്രഹിക്കും. അപ്പോൾ ഉള്ളതിൽ എനിക്കിപ്പോൾ അതിലൊക്കെ മതി, ഈ പൈസ മതി, ഈ വീട് മതി, ഈ സൗകര്യങ്ങൾ മതി എന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ നമ്മളൊരു വാടക വീട്ടിലാണ്, എനിക്ക് വാടക വീട് മതി എന്ന് ചിന്തിച്ച് നോക്കി, പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതേസമയം വാടക വീട് ആയിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ ഒരു നല്ല വീട് വേണം, അങ്ങനെ ഈ ചിന്ത വരുന്നതുകൊണ്ടാണ് നമുക്ക് ആകെ ഫ്രസ്ട്രേഷൻ വരുന്നത്. നമുക്കിപ്പോൾ കുറച്ച് പൈസയുള്ളൂ വീട്ടിൽ, എനിക്കിത് മതി, കൂടുതലും വേണ്ട. വീട്ടിൽ ചിലപ്പോൾ വർഷത്തൊരു ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള പൈസയുള്ളൂ, അത് മതി എന്ന് ചിന്തിച്ച് നോക്കിയാൽ. എന്നും വീട്ടിൽ ചിക്കനും ബീഫൊന്നും വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല, അത് വേണ്ട, എനിക്കിത് മതി. നമുക്ക് വരുവാണെങ്കിൽ ഒരു പരിപ്പ് കറിയും ചോറുണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിച്ച് നോക്കിയേ, ഭയങ്കര സമാധാനം ഉണ്ടാവും വീടുകളിലൊക്കെ. അതേസമയം എനിക്ക് ഇത് പോരാ. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. എൻ്റെ ഭാര്യ ഇങ്ങനെ മതി, എൻ്റെ ഭർത്താവ് ഇങ്ങനെ മതി, എൻ്റെ മക്കൾ ഇങ്ങനെ ആയാൽ മതി, എൻ്റെ എല്ലാത്തിലും നമ്മൾ ഇത് മതി എന്ന് ചിന്തിച്ച് നോക്കിയേ. അതിനേക്കാൾ വലിയ നിധി എന്താ ഉള്ളത്? ഒന്നുമില്ല. സമാധാനം ഉണ്ടാവും ഭയങ്കര. അതേസമയം എനിക്കിത് പോരാ, അത് മാറണം, ഇത് മാറണം, അത് നേടണം. അങ്ങനെ ഇതാണ് നമ്മളെ വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ വിഷമമുണ്ടാക്കുന്ന ഒക്കെ അതാണ്. അതുകൊണ്ട് മൻ അറാദ കൻസൻ, ആർക്കെങ്കിലും നിധി ആവശ്യമുണ്ടോ? ഫൽ ഖനാഅതു തക്ഫി. അവന് ഈ ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നിധി. വമൻ അറാദ മൗഇദതൻ ഫൽ മൗതു യക്ഫി. ആർക്കെങ്കിലും ഒരു വയല് കേൾക്കണമെന്നുണ്ടോ? നമ്മൾ യൂട്യൂബിൽ പോയി വയല് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വയല് കേൾക്കണം തോന്നുകയാണോ? ഒറ്റ വയല് മതി. എന്താണ്? ഫൽ മൗതു യക്ഫി.
മരിക്കാൻ പോണല്ലേ എന്ന് ചിന്തിച്ചാൽ മതി. ജീവിതം എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി. നമ്മളിപ്പോൾ ഒരു ചെറുപ്പകാലത്ത് നമ്മളൊരു 20 വയസ്സ് 15 വയസ്സൊക്കെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നല്ലേ. 10-20 വയസ്സൊന്നും കഴിഞ്ഞ് പോയത് നമ്മൾ അറിഞ്ഞു തന്നെയില്ല. ഇനിയൊരു 20 വർഷം കഴിഞ്ഞ് പോകാനാണോ പ്രയാസം? നമ്മൾ 60 വയസ്സ് ജീവിക്കുകയാണെങ്കിൽ തന്നെ അതൊക്കെയാണോ പ്രയാസം നമുക്ക് തോന്നുന്നു? ഒന്നുമല്ല, ഇപ്പം മരിക്കും. അത്രയും ഷോർട്ടാണ് ജീവിതം. നമുക്കൊരു വയല് കേൾക്കണം തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുകയാണ് നമ്മളിങ്ങനെ എന്തിനാണ് അവനെന്നോട് ഇങ്ങനെ പെരുമാറിയത്, എന്തിനാണ് അവളിനോട് പെരുമാറിയത്, അങ്ങനെയൊക്കെ ഞാനാരാ ഇവനേരാന്നൊക്കെ ഇങ്ങനെ ചിന്ത അങ്ങനെ വരികയാണ്. നമ്മൾ ദുനിയാവ് ഇങ്ങനെ തിളച്ച് മറിയാണ്, നഫ്സ് ഇങ്ങനെ പൊന്തി വരികയാണ്. അപ്പോൾ ചിന്തിച്ചാൽ മതി, മരിക്കാനുള്ളതല്ലേ, ഇതൊക്കെ എന്താ കാര്യം? ഇപ്പം കണ്ണടച്ചാൽ കഴിഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ? ഒന്നുമില്ലല്ലോ ഇതിൻ്റെ മുകളിൽ കിട്ടാൻ. കണ്ണടച്ചാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടി ചെയ്ത അമലുകളും മാത്രമേ നമ്മൾ മശായിഖന്മാർ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ, പിന്നെ എന്തിനാണ് ഞാൻ ഈ വാശി പിടിക്കുന്നത്? ഒന്നിനുമില്ല. അപ്പോൾ അറാദ മൗഇളത്തൻ, ഒരു വയൽ ആവശ്യമുണ്ടോ? ഫൽമൗത്തു യക്ഫി, മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അതേ മതി. അമൻ ലം യർളാ ബിഹാദിഹി അർബഅത്തി, ആർക്കെങ്കിലും ഈ 4 കാര്യങ്ങൾ തൃപ്തിപ്പെടാൻ പറ്റൂലേ? ഫന്നാറു തക്ഫി, അവൻ നരകവും മതിയായതാണ്. ഏതൊക്കെ 4 കാര്യങ്ങൾ? അള്ളാഹുവിനെ കൂട്ടുകാരനാക്കുന്നത്, ഖുർആനെ ഒരു ഇഷ്ടത്തോയനാക്കുന്നത്, അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്, അതുപോലെ തന്നെ മരണത്തിനെ ഒരു വായിലാക്കി ഉപദേശകനാക്കി വെക്കുന്നത്. ഇത് നാലും ആർക്കെങ്കിലും ഇല്ലേ? ഫന്നാറു തക്ഫി, അവന് നരകം മതിയായതാണ്. ഇനിയുള്ള വാക്കുകൾ ശൈഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിന് ഹംദ് ചെയ്യാണ്. വനസ്അലുഹു ലനാ ലിയസ്ഫിയാഇന ലുത്ഫൻ ഫി ജമീഇൽ അഹ്വാൽ, എല്ലാ ആത്മീയമായ അവസ്ഥകളിലും ആത്മീയ മാത്രമല്ല എല്ലാ അവസ്ഥകളിലും എനിക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ലുത്തുഫിന്, അള്ളാഹുവിൽ നിന്നുള്ള വിട്ടുവീഴ്ചനെ, മൃദുല തന്നെ ഒക്കെ തേടുകയാണ്. അള്ളാഹു നീ നമുക്കൊക്കെ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് തരണേ എന്ന് പറയാണ്. വസ്സലാമാനി അലാ അഫ്ദൽ റിജാൽ, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളിൽ സലാത്തും സലാമും ഉണ്ടാവട്ടെ. വബഅദ്, ശേഷം വസലാമൻ താമുൻ യുശയ്യിഉഹു തബ്ഖീലി വൽ ഇഹ്തിറാം, പരിപൂർണമായ സലാം, അതിൽ ചേർന്നിട്ടുണ്ട് തബ്ഖീലി വൽ ഇഹ്തിറാം, ബഹുമാനവും ആദരവും ഒക്കെ ചേർന്ന പരിപൂർണമായ സലാം ഞാൻ പറയുന്നു. ആരോട് പറയുന്നു? ഇലാ ഹദ്റത്തി വലദി റൂഹ്, എൻ്റെ റൂഹിൻ്റെ മകൻ, വശിഫാ അൽ ഖബിദിൽ മജ്റൂഹ്, ഷിഫാ അൽ ഖബിദിൽ മജ്റൂഹ് എന്ന് പറഞ്ഞാൽ പിന്നെ വേദനിക്കുന്ന കരളിന് ആശ്വാസമായ എൻ്റെ മകൻ. നമ്മളങ്ങനെ കരളിൻ്റെ കഷ്ണമേ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ ശേഖ് അവറുകൾ ഇങ്ങനെ കരളെ മുത്തേ എന്നൊക്കെ ശേഖ് വിളിക്കുന്ന പോലെ തന്നെയല്ലേ, മുരീദനെ വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇലാ ഹദ്റത്ത് വലദി റൂഹ്, എൻ്റെ റൂഹിൻ്റെ മകനെ, ഷിഫാ ഖബിദിൽ മജ്റൂഹ്, എൻ്റെ വേദനിക്കുന്ന കരളിൻ്റെ മരുന്നായവരെ, അല്ലാമത്തുൽ ആരിഫുർ റബ്ബാനി, വലിയ പണ്ഡിതനും റബ്ബാനിയായ ആരിഫുമായവരെ, സയ്യിദി ഇബ്രാഹിം ബിൻ ഹാറൂൻ ഒരിഫ ബിൽ അറബി, ബഹുമാനപ്പെട്ട സയ്യിദി ഇബ്രാഹിം ബിൻ ഹാറൂൻ ബിൽ അറബി റളിയല്ലാഹു അൻഹു തങ്ങളെ അഭിസംബോധന ചെയ്യുക. ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു പോകുമല്ലോ, ശൈഖ് അവറുകൾ നമ്മളൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കൊതിച്ചു പോകുമല്ലോ ഇങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിക്കാൻ. എൻ്റെ കരളിൻ്റെ കഷ്ണമേ എന്നൊക്കെ ശൈഖ് നമ്മളോട് പറയാമെന്ന് പറഞ്ഞാൽ എത്ര രസമായിരിക്കും. അപ്പോൾ കരളിൻ്റെ കഷ്ണമെന്ന് മാത്രമല്ല, ഷിഫാ ഖാബിദിൽ മജ്റൂഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വാക്കാണത്? എൻ്റെ വേദനിക്കുന്ന കരളിൻ്റെ മരുന്നായവരെ എന്നൊക്കെ ഒരു മുരീദിനെ കുറിച്ച് പറയാമെന്ന്. ആ മുരീദിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മൾക്കാക്കട്ടെ, നമ്മളെ അങ്ങനത്തെ മുരീദന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. യലീഹുൽ അലാമു ബി അന്നി വഖഫ്തു അലാ മസ്തൂർ, നിങ്ങൾ എഴുതിയ കത്ത് എനിക്ക് കിട്ടിയെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആ കത്ത് പറയുന്ന കാര്യം അന്നായിലന ഫിൽദത്ത കബിദിക്കും, നിങ്ങളുടെ കരള് മരിച്ചതിനെക്കുറിച്ചാണ്. അതായത് അവരുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മകൻ മരിച്ചു പോയതിനെ കുറിച്ചാണ് കത്തിൽ പറഞ്ഞത്. ഷമ്മീഹു വാലിദിക്കും, നിങ്ങളുടെ ഉപ്പൻ്റെ പേരിലുള്ള മകൻ മരിച്ചതിനെ പറ്റി ആ കത്ത് പറയുന്നുണ്ട്. അല്ലദീ തഖദ്ദമ ഇലാ ദാറിൽ ബഖാ, നിങ്ങളെ അള്ളാഹിലേക്ക് യാത്ര ചെയ്ത നിങ്ങളുടെ ഉപ്പൻ്റെ പേരിലുള്ള മകൻ
പിന്നെ നിങ്ങളുടെ കരളായ നിങ്ങളുടെ മകൻ മരിച്ചത് നിങ്ങൾ കത്തിൽ പറഞ്ഞല്ലോ. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഷേഖുകൾ പറയാണ്, വൈന്നാലില്ലാഹി വൈന്നാലി റാജിഊൻ വഫില്ലാഹി ഖൽഫുൻ മിൻ കുല്ലി സലഫ്. കഴിഞ്ഞു പോയതിനെ വിട്ടുപിരിഞ്ഞതിനൊക്കെ ഖലീഫയായിട്ട് പകരക്കാരനായിട്ട് അള്ളാഹു മതി. നമ്മൾ മക്കളൊക്കെ മരിച്ചാൽ സാരില്ല, ആ മരിച്ച ആളുകൾക്കൊക്കെ പകരമായി അള്ളാഹ് ഉണ്ടല്ലോ. വഇവദുൻ മിൻ കുല്ലി തലഫ്, നഷ്ടപ്പെട്ട എല്ലാത്തിനും പരിഹാരമായിട്ട് അള്ളാഹു മതി. അസാഉൻ ലിക്കുല്ലി മുസാബ്, എല്ലാ പരീക്ഷണങ്ങളിലും പിന്നെ ആശ്വാസമായി അള്ളാഹു മതി. അജാറന അള്ളാഹു വഇയ്യാക്കും ഫി മുസീബത്തിഹി, അള്ളാഹു ഈ പരീക്ഷണങ്ങളിലൊക്കെ എനിക്കും നിങ്ങൾക്കും നമുക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ. വഅബ്ദലന വഇയ്യാക്കും ഖൈറൻ മിൻഹു ഉൻസൻ ഫീഹി റജ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സാമീപ്യം അവൻ്റെ സ്നേഹം ഒക്കെ അള്ളാഹു പകരമായി നമുക്ക് നൽകട്ടെ. ഏറ്റവും ഖൈറിന് അള്ളാഹു പകരമായി നൽകട്ടെ. വലിയ മസാറ ഹിജാബൻ മിനന്നാർ, നിങ്ങളെ കുട്ടി യോമസാറ ഇന്ന് ആണ് ഹിജാബ് മിനന്നാർ, നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള നിങ്ങളുടെ മറ. അത് കുട്ടി മരിച്ചുപോയല്ലോ, അതിൽ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നാണ്. ഷഫീ അൻ ലാ യുറദ്ദു അൽഹംദുലില്ലാ, ആ കുട്ടി നിങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ഷഫാത്ത് ചെയ്യും. ലാ യുറദ്ദു, അത് ആ ഷഫാത്ത് തള്ളിക്കളയപ്പെടൂല. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി. ഒബല്യ സലാമി സലാമി, എൻ്റെ സലാം പറയണം. താജീറത്തി, എൻ്റെ ആശ്വാസപ്പെടുത്തലും ലിയുമ്മിക്കൽ കരീം, ആ കുട്ടിയുടെ ഉമ്മനോട്, അതായത് ഭാര്യനോട് പറയണമെന്ന്. യുത്ഖിഫുഹുല്ലാഹു ഖൈറൻ ബിഹിഫ്ലി ഔലാദിഹ ഫി മുസ്തഖ്ബിൽ, ഭാവിയിൽ അവരുടെ മറ്റു മക്കളെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് നല്ലത് സമ്മാനിക്കുക തന്നെ ചെയ്യും. അതായത് ഇൻഷാ അല്ലാഹ് കുട്ടി മരിച്ചുപോയ സാരില്ല, ഭാവിയിൽ അള്ളാഹു അവർ മക്കളെ, ഇനിയുള്ള മക്കളെ ഒക്കെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറയാൻ. അഖൂലുലക്കും മുഷാഫഹത്തൻ, ഇത് നിങ്ങളോട് അവരോട് നേരിട്ട് പറഞ്ഞതുപോലെ ആണിത്. അതായത് ഇത് കത്തിലൂടെ പറഞ്ഞതല്ല, ശരിക്കും നേരിട്ട് തന്നെ പറയുന്ന പോലെയാണ്. വസ്സലാം അഹൂക്കും വമുഹിബിക്കും, നിങ്ങളുടെ സഹോദരനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവനുമായ ഇബ്രാഹിം ബിൻ അൽഹാജ് അബ്ദുല്ലാ അത്തിജാനി ലത്ഫാല്ലാഹു ബിഹി ആമീൻ. 27 ജുമാദ 1373 ഹിജറ എഴുതിയ കത്താണ്. കത്ത് വായിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഷെയ്ഖിൻ്റെ കത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു പേഴ്സണൽ ഫീലിംഗാണ്. ഷെയ്ഖ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നൊരു ഭയങ്കര രസകരമായൊരു ഫീലിംഗ്